ഓം ശാന്തി 26/12/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, മനുഷ്യരിൽ നിന്ന് ദേവതയാകുന്നതിനുള്ളതാണ് ഈ പഠിപ്പ്. ഈ പഠിപ്പിൽ യാതൊരു ഉപേക്ഷയും കാണിക്കരുത്. കഴിച്ചു, ഉറങ്ങി, പഠിക്കുന്നില്ല എങ്കിൽ വളരെ പശ്ചാത്തപിക്കേണ്ടി വരും. ചോദ്യം: ഏത് കാര്യത്തിൽ ബ്രഹ്മബാബയെ പിന്തുടരുകയാണെങ്കിൽ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും? ഉത്തരം: ബ്രഹ്മബാബ ഏതുപോലെ തന്നെ പൂർണമായും ആഹൂതി ചെയ്തുവോ, അതായത് എല്ലാം സമർപ്പണം ചെയ്തുവോ, അതുപോലെ ബാബയെ പിന്തുടരൂ. ബാബ രചിച്ച ഈ രുദ്രയജ്ഞത്തിൽ സ്വയം ആഹൂതി ആകുക, അതായത് ബാബയുടെ സഹായി ആകുക. ഇതാണ് ഉന്നതിക്കുള്ള മാർഗം. എന്നാൽ ഞാൻ ഇത്ര സഹായിച്ചു, ഇത്ര നൽകി എന്ന ചിന്ത പോലും ഒരിക്കലും വരരുത്. ബാബ നൽകുന്നവനാണ്. ബാബയിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണ്, നൽകുകയല്ല. ഗീതം: നിങ്ങൾ രാത്രികൾ ഉറങ്ങി നഷ്ടപ്പെടുത്തി, പകൽ ഭക്ഷിച്ചു നഷ്ടപ്പെടുത്തി. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടില്ലേ? ഇതും കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കണം. ബാബ പറയുന്നു, ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നു. മറ്റാർക്കും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. സാധു സന്യാസിമാരും മഹാത്മാക്കളുമെല്ലാം ധാരാളമുണ്ട്. ചിലർ ഇവരിൽ ശക്തിയുണ്ടെന്ന് പറയും. ഇതാണെങ്കിൽ എല്ലാവരുടെയും അച്ഛനാണ്. ആ അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. ദിവസം മുഴുവനും കഴിച്ചും കുടിച്ചും ഉറങ്ങിയും തീർക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ഉറക്കം വളരെ കൂടുതലാണ്. ഇതിലൂടെ എന്ത് സംഭവിക്കും? വജ്രതുല്യമായ ജീവിതം നഷ്ടപ്പെടും. മായ വളരെ തെറ്റ് ചെയ്യിക്കുന്നു. മായ കുംഭകർണ നിദ്രയിൽ ഉറക്കുന്നു. ഇപ്പോൾ ഉണർത്തുന്നവൻ വന്നിരിക്കുന്നു. അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണരൂ. മുഴുവൻ സൃഷ്ടിയിലും, അതിൽ തന്നെ പ്രത്യേകിച്ചും ഭാരതത്തിൽ അജ്ഞാനം തന്നെ അജ്ഞാനമാണ്. ബാബ പറയുന്നു, ഇപ്പോൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ പശ്ചാത്തപിക്കേണ്ടി വരും. പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. ഇവിടെ മനുഷ്യനിൽ നിന്ന് ദേവതയാക്കുന്ന പഠിത്തമാണ്. ഇങ്ങനെ മറ്റാർക്കും പറയാൻ സാധിക്കില്ല. അവരുടേതും അതേ ജ്ഞാനമാണ് എന്നല്ല. ഈ പഠിത്തം തന്നെ പുതിയതാണ്. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയാണ് നടക്കുന്നത്. ഇവിടെയും അങ്ങനെ ധാരാളം പേരെ ദേവി എന്ന് പറയുന്നു. സ്ത്രീ ദേവിയാണെങ്കിൽ പുരുഷൻ ദേവനായിരിക്കും. എന്നാൽ നമ്മൾ സത്യയുഗത്തിൽ ദേവീ ദേവതാ പദവി നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും തീർച്ചയായും സത്യയുഗം സ്ഥാപിക്കുന്നവർക്കേ പ്രാപ്തമാക്കി തരാൻ കഴിയൂ. എല്ലാ സത്സംഗങ്ങളിൽ നിന്നും ഈ കാര്യം വേറിട്ടതാണ്. ഈശ്വരൻ സർവവ്യാപിയാണ്, അനേക അവതാരമുണ്ട് എന്നും പറയുന്നവരോട് ചോദിക്കൂ, ഈശ്വരൻ സർവവ്യാപിയാണെങ്കിൽ അവതാരം എന്ന് പറയുന്നവരും തീർച്ചയായും ഈശ്വരന്റെ അവതാരമായിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം പറയൂ. അപ്പോൾ ഒന്നും പറയാനുണ്ടാകില്ല. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ളവരാണ്. സിദ്ധിയും ശക്തിയും ഉള്ളവരും ഉണ്ടാകും. പുതിയ ആത്മാക്കൾ വരുമ്പോൾ അവരും ശക്തി കാണിക്കുന്നു. ധർമ്മം സ്ഥാപിക്കുന്നതിന് പുതിയ ആത്മാക്കൾ പ്രവേശിക്കുമ്പോൾ അവരുടെ പേര് പ്രശസ്തമാകുന്നു. ഇവിടെ ശക്തിയുടെ കാര്യമില്ല. നിങ്ങൾ പറയും, ശിവ് ബാബ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് സ്വർഗത്തിലെ സമ്പത്തെടുക്കുന്നതിന് വന്നിരിക്കുന്നു എന്ന്. ഇതിനെ തന്നെയാണ് ഈശ്വരീയ ജന്മസിദ്ധ അധികാരം എന്ന് പറയുന്നത്. നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്. വേറെ ഏതൊരു സാധു സന്യാസി മഹാത്മാക്കളും ഞങ്ങൾ ബാബ്ദാദയുടെ കുട്ടികളാണ് എന്ന് പറയില്ല. നമ്മൾ സ്വർഗത്തിലെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ബാബ പറയുന്നു,
മുഴുവൻ സമ്പത്തും എടുക്കണമെങ്കിൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കൂ. ബാബ ഇവിടെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. രാജ്യം സ്ഥാപിതമാകുമ്പോൾ ഈ പഠിത്തവും പഠിപ്പിക്കുന്നവനും അപ്രത്യക്ഷമാകുന്നു. ഈ ബ്രാഹ്മണ കുലം ഇപ്പോഴാണ് ഞങ്ങൾ ബ്രഹ്മാവിന്റെ സന്താനമാണ് എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മാവ് എപ്പോഴാണ് വരുന്നത്? ബ്രഹ്മാവ് സംഗമയുഗത്തിലല്ലേ വരുന്നത്? പ്രജാപിത ബ്രഹ്മാവ് രചിക്കുന്ന ബ്രാഹ്മണർ ദേവീ ദേവതമാരാകുന്നു. പിന്നീട് ബ്രാഹ്മണർ അവശേഷിക്കുന്നില്ല. നമ്മൾ പിന്നെ ദേവതാകുലത്തിൽ പോകും. പിന്നീട് കർമ്മകാണ്ഡത്തിന് വേണ്ടിയുള്ള പൂജാരി ബ്രാഹ്മണരെ ഏതെങ്കിലും ഋഷി മുനിമാർ ആരംഭിച്ചതാകും. ദ്വാപരത്തിൽ ശിവനും മറ്റും ക്ഷേത്രങ്ങളുണ്ടാക്കി പൂജ ആരംഭിക്കുമ്പോൾ പൂജ്യ ദേവീ ദേവതമാർ ആയിരുന്നവർ തന്നെ പൂജാരികളായി തീരുന്നു. ആ സമയത്ത് ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർ വേണം. ആ സമയം ബ്രാഹ്മണരും ഉണ്ടാകാൻ തുടങ്ങിയിരിക്കും. പൂജ്യരിൽ നിന്ന് പൂജാരികളാകുന്നവരെ ബ്രാഹ്മണർ എന്ന് പറയില്ല. ക്ഷേത്രങ്ങളിൽ മൂർത്തികൾക്ക് മുന്നിൽ തീർച്ചയായും ബ്രാഹ്മണരും ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ആ ബ്രാഹ്മണരും വന്നതാകും. ഇതാണ് വിശദമായ വിവരം. വാസ്തവത്തിൽ ഇതിലും ജ്ഞാനത്തിന്റെ ബന്ധമില്ല. ജ്ഞാനം മന്മനാഭവ എന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ കുട്ടികളോട് ശിവബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ എന്ന് പറയാറുണ്ട്. ഓർമ്മിക്കുന്നതിലൂടെ മാത്രം ലക്ഷ്മി നാരായണനായി തീരുമോ? ഇല്ല. പിന്നെ പഠിത്തവും വേണം. എത്രത്തോളം കൂടുതൽ സേവനം ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവിയും ലഭിക്കും. അത്രയും വായിൽ സ്വർണക്കരണ്ടിയും ഉണ്ടാകും. പുതിയ ലോകം ഉണ്ടാക്കുന്നതിൽ, പരിവർത്തനം നടക്കുന്നതിൽ സമയമെടുക്കുമല്ലോ. വിനാശത്തിന് ശേഷം സ്ഥാപനയുണ്ടാകും. കലിയുഗത്തിനു ശേഷം സത്യയുഗം ഉണ്ടാകും. ഭൂമികുലുക്കവും മറ്റും നടന്നുകൊണ്ടിരിക്കും. അനേക ധർമ്മങ്ങളുടെ വിനാശവും ഉണ്ടാകണം. ഡ്രാമ പൂർത്തിയാകുന്നു. ഇപ്പോൾ നമ്മൾ ബാബയുടെ അടുക്കൽ പോയി പിന്നീട് പുതിയ ലോകത്ത് വരും. ഈ സമയം നമ്മൾ ഈ യജ്ഞത്തിലെ ബ്രാഹ്മണരാണ്. ശിവ് ബാബ 5000 വർഷം മുമ്പെന്ന പോലെ രുദ്രയജ്ഞം രചിച്ചു. ഇത് ഏറ്റവും വലിയ യജ്ഞമാണ്. നിങ്ങൾ സത്യമായ ബ്രാഹ്മണർ ഈ യജ്ഞത്തെ സംരക്ഷിക്കുന്നു. ആ ബ്രാഹ്മണർ സ്ഥൂലമായ യജ്ഞം രചിക്കുന്നു. എന്തെങ്കിലും ആപത്തും മറ്റും വരുമ്പോൾ യജ്ഞം രചിക്കുന്നു. സത്യയുഗത്തിൽ ഗുരുവിന്റെയും മറ്റും ആവശ്യമില്ല. സദ്ഗതി ആവശ്യമുള്ളിടത്താണ് ഗുരുവുണ്ടാകുക. ഇപ്പോൾ ഇവിടെ ധാരാളം ഗുരുക്കന്മാരുണ്ട്. ഇത്രയും വേദശാസ്ത്രങ്ങളും മറ്റും ഉണ്ടായിട്ടും ഭാരതത്തിന് ഈ ഗതി എങ്ങനെ ഉണ്ടായി? 5000 വർഷം മുമ്പെന്ന പോലെ എല്ലാ മനുഷ്യരും കുംഭകർണന്റെ ഘോരനിദ്രയിൽ ഉറങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കെഴുതാം. എല്ലാവരും ഉറങ്ങുന്നുണ്ട്. എന്നാൽ ഇത് അജ്ഞാന നിദ്രയുടെ കാര്യമാണ്. സദ്ഗതി നൽകുന്ന ഗുരുക്കന്മാരൊന്നുമില്ല. ഇപ്പോൾ പകലാക്കുന്നത് ആരാണ്? പരമപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും പകലാക്കുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ഗുരുക്കന്മാരുണ്ട്. എന്നിട്ടും അന്ധകാര രാത്രി, ദുഃഖം എന്തുകൊണ്ടാണ്? സത്യയുഗത്തിൽ അളവറ്റ സുഖമാണ്. ഇപ്പോൾ ഭഗവാന്റെ ശ്രീമതം ലഭിച്ചപ്പോൾ സുഖമാണ്. രാവണൻ തന്നെയാണ് ഭാരതത്തെ പതീതവും ദുഃഖിയുമാക്കി മാറ്റിയത്. ബാബ പറയുന്നു, ഈ കാമമായ മഹാശത്രുവിനെ ജയിക്കൂ. പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ പുതിയ ലോകത്തിലെ അധികാരി ആകും. പവിത്രരാകൂ എന്ന് ഗുരുക്കന്മാർ ഒരിക്കലും പറയില്ല. ഇപ്പോൾ നിങ്ങൾ ഘോരപ്രകാശത്തിൽ വന്നിരിക്കുന്നു. എങ്കിൽ ചെന്ന് ചോദിക്കൂ, അത്രയും സുഖിയായിരുന്ന ഭാരതം എന്തുകൊണ്ട് ഇത്രയും ദുഃഖിയായി? ഞങ്ങൾ തന്നെ ദേവതയാകുന്നു എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം.
സന്യാസിമാർ വീടും കുടുംബവുമെല്ലാം ഉപേക്ഷിച്ചു പോകുന്നു. അവരെയാണ് പവിത്ര സന്യാസിമാർ എന്ന് പറയുന്നത്. ഞങ്ങൾ പവിത്രമാകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നവർ പറയില്ല. നിങ്ങളുടെ കാര്യം വേറിട്ടതാണ്. എല്ലാ സന്യാസിമാരും പവിത്രരായി ഇരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. അവസ്ഥ ദൃഢമാകുന്നതുവരെ ബുദ്ധിയോഗം മിത്രസംബന്ധികളിൽ പോകുന്നു. നിങ്ങളോട് ദേഹസഹിതം ദേഹത്തിന്റെ സർവസംബന്ധങ്ങളെയും മറക്കൂ എന്ന് പറയുന്നുവെങ്കിൽ എത്ര പരിശ്രമിക്കണം. അവരോട് എപ്പോൾ സന്യാസിച്ചു, ലൗകികത്തിലെ പേരെന്താണ് എന്നെല്ലാം ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറയും. ഓർമ്മയെ എന്തിനുണർത്തുന്നു? പറയുന്നവരുമുണ്ട്. അവരോട് നിങ്ങൾ പൂർണമായും എല്ലാം മറന്നുവോ അതോ ഓർമ്മ വരാറുണ്ടോ എന്ന് ചോദിക്കൂ. അറിയാമല്ലോ നിങ്ങൾ ആരായിരുന്നു എന്ന്. എങ്ങനെ ഉപേക്ഷിച്ചു? ഒറ്റയ്ക്കായിരുന്നുവോ അതോ ഭാര്യയും കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നുവോ? പിന്നെ നിങ്ങൾക്ക് അവരെ ഓർമ്മ വരാറുണ്ടോ? ശരിയാണ്, വളരെ കാലം ഓർമ്മ വന്നിരുന്നു. പ്രയാസപ്പെട്ട് ഓർമ്മയെ മുറിക്കുന്നു എന്ന് പറയുന്നു. സ്വന്തം ജീവിതത്തിന്റെ ഓർമ്മ ഉണ്ടാകുന്നു. നമ്മൾ ശിവ് ബാബയെ ഓർമ്മിക്കുന്നു. എന്നാൽ സ്വന്തം ജീവിതം അല്ലെങ്കിൽ പഠിച്ച ശാസ്ത്രങ്ങളും മറ്റും മറക്കുന്നവർ കുറവാണ്. ജീവിച്ചിരിക്കെ മറക്കൂ, ഇത് ധാരണ ചെയ്യൂ എന്നൊക്കെ പറയുക മാത്രം ചെയ്യുന്നു. ഓർമ്മിക്കുകയാണെങ്കിൽ അത് തൂങ്ങിക്കിടക്കും. ആദ്യം ഈ കാര്യങ്ങൾ കേൾക്കൂ, പിന്നെ തീരുമാനമെടുക്കൂ. ജീവിച്ചിരിക്കെ മർജീവ ആകൂ. ഒപ്പം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാതിരിക്കൂ. നമുക്ക് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും കുറിച്ച് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ലോകം അവസാനിക്കുന്നു എന്നും അറിയാം. സെന്ററുകൾ വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ബാബ മമ്മ എന്ന് പറയുന്നവർ ബ്രാഹ്മണരായി തീരും. ഇപ്പോൾ ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, ആത്മാവ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഞാൻ ആത്മാവ് പഠിക്കുന്നു എന്ന് പെട്ടെന്ന് പറയും. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങളുടെ ആത്മാവ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ പഠിക്കുന്നു. ആത്മാവും ശരീരവും രണ്ടാണ്. ആത്മാവ് ശരീരം എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാം. സംസ്കാരം ധാരണ ചെയ്യുന്നു. നമ്മൾ ആത്മാക്കൾ സത്യയുഗത്തിൽ പുണ്യാത്മാക്കളായിരുന്നു. ഇപ്പോൾ പാപാത്മാവാണ്. ഇപ്പോൾ അന്തിമ ജന്മമാണ്. പരമാത്മാവിലുള്ള ജ്ഞാനം ഇപ്പോൾ നമ്മൾ ആത്മാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാ മനുഷ്യരും ഘോര അന്ധകാരത്തിലാണ്. ശാസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഭക്തി മാർഗത്തിലാണ്. അതിനെ ജ്ഞാനം എന്ന് പറയില്ല. ജ്ഞാനം പകലും ഭക്തി രാത്രിയുമാണ്. ഗീതയുടെ രചയിതാവ് ആരാണ്? എപ്പോൾ രചിച്ചു എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഗീത എപ്പോൾ എഴുതി? ബാബയും എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെ ബുദ്ധിയിൽ ധാരണ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഉന്നതി ഉണ്ടാകുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. കുട്ടികൾക്ക് മാലയുടെ രഹസ്യവും പറഞ്ഞു തന്നു. പരമപിത പരമാത്മാവ് പരിധിയില്ലാത്ത പുഷ്പമാണ്. പിന്നെ 2 മണികളാണ്, ബ്രഹ്മാവും സരസ്വതിയും. പ്രജാപിത ബ്രഹ്മാവിലൂടെ രചന രചിക്കുന്നു. ഇവർ ആദിദേവനും ആദിദേവിയുമാണ്. ഇവർ സ്വർഗം സ്ഥാപിച്ച ബ്രാഹ്മണരാണ്. അതിനാൽ ഇവർക്ക് പൂജയുണ്ടാകുന്നു. മധ്യത്തിൽ സൂര്യവംശിയിൽ വരുന്ന 8 മണികൾ വളരെ സഹായിക്കുന്നു. ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കണം. യജ്ഞത്തിൽ പരിപൂർണമായും ആഹൂതി ആകുന്നു എന്നും അറിയാം. മാതാക്കൾക്ക് ഉന്നതി ഉണ്ടാകുന്നതിന് വേണ്ടി ബാബ യുക്തി രചിച്ചിരിക്കുന്നു. ബലിയർപ്പിതരായില്ലേ? എങ്കിൽ ബാബയെ ഫോളോ ചെയ്യൂ. ഗാന്ധിജിയെ സഹായിച്ചവർക്ക് അല്പകാലം സുഖം ലഭിച്ചു. അത് പരിധിയുള്ള അച്ഛനാണ്. ഇത് പരിധിയില്ലാത്ത അച്ഛനാണ്. ഇവിടെ ബാബ
എല്ലാം മാതാക്കളുടെ പാദങ്ങളിൽ അർപ്പിച്ചു. അതിനാൽ ഇദ്ദേഹം നമ്പർ 1 ആയി. നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യണം. ആരാണോ സഹായിക്കുന്നത് അവർ തന്നെയാണ് സ്വർഗത്തിന്റെ അധികാരി ആകുന്നത്. ഞങ്ങൾ ശിവ് ബാബയെ സഹായിക്കുന്നു എന്നാരും വിചാരിക്കരുത്. അല്ല, ശിവ് ബാബ നിങ്ങളെയാണ് സഹായിക്കുന്നത്. ശിവ് ബാബ ദാതാവാണ്. നിങ്ങൾ സ്വയത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. സ്വർഗത്തെ ഓർമ്മിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകും. ബാബ സ്വയം പറയുന്നു, മന്മനാ ഭവ. ഇല്ലെങ്കിൽ ഉയർന്ന പദവി എങ്ങനെ ലഭിക്കും? കണക്ക് കൂട്ടുക എന്നത് നിങ്ങളുടെ ജോലിയാണ്. ഞാൻ നൽകും എന്നാരും വിചാരിക്കരുത്. ഇത് ശിവ് ബാബയുടെ യജ്ഞമാണ്. നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഭാരതത്തിൽ മാത്രമല്ല, മറിച്ച് വിശ്വം മുഴുവനും ബാബയുടെ സഹായത്തോടെ സ്വന്തം രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ സത്യമായ ബ്രാഹ്മണരുടെ ഹൃദയത്തിലുണ്ട്. ഞങ്ങൾ വീണ്ടും പവിത്രരായി ഭാരതത്തെ സ്വർഗമാക്കി രാജ്യം ഭരിക്കും. ശിവ് ബാബയുടെ മതമനുസരിച്ച് നടക്കുന്നതിലൂടെ ഭാരതം സ്വർഗമാകുന്നു. എങ്കിൽ ശിവ് ബാബയാണ് പഠിപ്പിക്കുന്നത് എന്ന് ഓർമ്മിക്കൂ. ബാബ പറയുന്നു, ബ്രാഹ്മണരാകുമ്പോൾ ദേവതാ സമ്പ്രദായത്തിൽ വരും. വികാരത്തിൽ വീഴുന്നതിലൂടെ പൂർണമായും സത്യനാശമുണ്ടാകുന്നു. നിങ്ങൾ തന്നെ സ്വയത്തിൽ കൃപയ്ക്ക് പകരം ആ കൃപ ചെയ്യുന്നു. പിന്നെ ശപിക്കപ്പെട്ടവരാകുന്നു. ഞാൻ വരദാനം നൽകാൻ വന്നിരിക്കുന്നു. എന്നാൽ ശ്രീമതമനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ സ്വയത്തെ ശപിക്കപ്പെട്ടവരാക്കുന്നു. പദവി ഭ്രഷ്ടമാകുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ബുദ്ധി കൊണ്ട് എല്ലാം മറക്കുന്നതിനു വേണ്ടി ജീവിച്ചിരിക്കെ മരിക്കണം. ഒരു ബാബയുടേത് മാത്രം കേൾക്കണം. സ്വന്തം ഉന്നതിക്ക് വേണ്ടി പൂർണമായും ബലിയർപ്പണമാകണം. 2. ശ്രീമതമനുസരിച്ച് നടന്ന് സ്വയത്തിനു മേൽ കൃപ കാട്ടണം. സത്യമായ ബ്രാഹ്മണനായി യജ്ഞ സംരക്ഷിക്കണം. പഠിത്തം നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന പദവി നേടണം. വരദാനം: സേവനത്തെ ബാബയുടെ മുന്നിൽ ബുദ്ധികൊണ്ട് അർപ്പണം ചെയ്ത് സ്വയം നിശ്ചിന്തമായി കഴിയുന്ന സഫലതാ സ്വരൂപരായി ഭവിക്കൂ. എങ്ങനെയുള്ള പ്രയാസമേറിയ സേവനമാകട്ടെ, എന്നാൽ സേവനത്തെ ബാബയുടെ മുന്നിൽ ബുദ്ധികൊണ്ട് സമർപ്പിക്കൂ. ഞാൻ ചെയ്തു, സഫലത ഉണ്ടായില്ല. ഈ ഞാൻ എന്ന ഭാവം കൊണ്ടുവരരുത്. ബാബയുടെ സേവനമാണ്. ബാബ തീർച്ചയായും ചെയ്യും. ബാബയുടെ മുന്നിൽ വെക്കുകയാണെങ്കിൽ സദാ നിശ്ചിന്തമായിരിക്കും. സഫലതയും ലഭിക്കും. ഒരിക്കലും ദുർബല സങ്കല്പത്തിന്റെ വിത്ത് വിതയ്ക്കരുത്. ഇങ്ങനെ ചിന്തിക്കരുത്, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ ബാബയുടെ സഹായം ലഭിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ യോഗ്യനല്ലായിരിക്കും. ഇതും വ്യർത്ഥ സങ്കല്പമാണ്. അത് സഫലതയെ ദൂരെയാക്കുന്നു. സ്ലോഗൻ: ബ്രാഹ്മണ കുലത്തിന്റെ ദീപമാകാൻ അവർക്കാണ് സാധിക്കുന്നത് ആരുടെയാണോ സ്മൃതിയുടെ ജ്യോതി സദാ തെളിഞ്ഞിരിക്കുന്നത്. ഓം ശാന്തി.